മഹാനായ സീമല്ലാന്റെ അടുത്ത് പോയിട്ട് നമ്മൾ അവിടെ ചാരത്ത് പോയിട്ട് സലാം പറഞ്ഞ് അവിടെ ഫാത്തിഹ ഓതി യാസീൻ ഓതി ദുആ ചെയ്ത് നമുക്ക് പറയാനുള്ളതൊക്കെ സീമല്ലാരോട് പറഞ്ഞിങ്ങോട്ട് പോന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. കർണാടകയിലെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ശബ്ദം നിലച്ചുപോയി. ആംഗ്യമേ സാധിക്കൂ, സംസാരിക്കാൻ കഴിയില്ല, വല്ലാത്തൊരവസ്ഥ. മഹാനായ ശരീഅ ഉസ്താദിന്റെ അടുത്ത് വന്നു. അദ്ദേഹം എഴുതി കൊടുത്തു, ഉസ്താദേ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ശരീഅ ഉസ്താദ് അലിക്കുഞ്ഞി ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ വേഗം മടവൂരിൽ പോകുക. മടവൂരിൽ പോയിട്ട് ചെറിയ അലിക്കുഞ്ഞി പറഞ്ഞയച്ചിട്ടാണ് വന്നത് എന്ന് പറയുക. ചെറിയ അലിക്കുഞ്ഞി ഉസ്താദ് സി.എം.അലിമാന്റെ ശിഷ്യൻ കൂടിയാണ്. പലപ്പോഴും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ അലിക്കുഞ്ഞി പറഞ്ഞയച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ ഒരു പരിഗണന കിട്ടും, അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് സി.എം.അലിമാന്റെ തലയുടെ ഭാഗത്ത് ഇരുന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് 3 യാസീൻ ഓതുക. യാസീൻ ഓതിയിട്ട് സി.എം.അലിമാരോട് കാര്യം പറയാം, എന്നിട്ട് വേഗം വരിക. ശബ്ദം നിലച്ചുപോയ അദ്ദേഹം ബഹുമാനപ്പെട്ട സി.എം.അലിമാന്റെ ചാരത്ത് പോയി. അദ്ദേഹം ഉസ്താദ് പറഞ്ഞതുപോലെ ചെയ്തു. അദ്ദേഹത്തെ ഉള്ള ശബ്ദത്തിൽ അദ്ദേഹം യാസീൻ ഓതി. പറയാൻ അദ്ദേഹത്തിന് ശബ്ദം പൊങ്ങുന്നില്ല. എന്നാലും അദ്ദേഹം ശബ്ദമില്ലാതെ പറഞ്ഞു, എന്റെ വിഷയം ഇന്നതാണ്, പരിഹാരം വേണം. അദ്ദേഹം വീട്ടിലെത്തിയപ്പോ അത്ഭുതകരമായി അദ്ദേഹത്തിന് ശബ്ദം തിരിച്ചു കിട്ടി. എന്തൊരു അത്ഭുതമായിരുന്നു! ഇങ്ങനെ ഒരുപാട് ആളുകൾക്കുണ്ട്. അവിടെ പോയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ എന്ന വിഷയത്തിനാണ് ഞാൻ പോകുന്നത്, ഈ വിഷയം എനിക്ക് പരിഹരിച്ച് കിട്ടണം എന്ന് മനസ്സിൽ കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മടവൂരിൽ പോയി. അവിടെ പോയി ഫാത്തിഹ ഓതി യാസീൻ ഓതി അവർക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്തിട്ട് സി.എം.അലിമാന്റെ ചാരത്ത് പോയിട്ട് ഒരു സലാം പറഞ്ഞിട്ട് ഈ വിഷയം പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞു. നോക്കൂ, എത്ര ആളുകൾക്കാണ് പ്രശ്നത്തിന്റെ പരിഹാരം കിട്ടിയത്. ഒരുപാട് ആളുകൾ പ്രശ്നത്തിന്റെ പരിഹാരം കിട്ടി. ഇങ്ങനെ പോകുന്ന ആളുകൾ ദൂരെ വെച്ച് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ സി.എം.അലിമാന്റെ പേരിൽ ഫാത്തിഹ ഓതി പറയുമ്പോ അതിനും പരിഹാരം ഉണ്ടാകും.